2023 എന്ന വർഷം അവസാനിച്ചപ്പോൾ നമ്മൾ 2024 ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു PSC ഉദ്യോഗാർത്ഥി സംബന്ധിച്ചിടത്തോളം 2023 നമ്മൾ ഡീപ്പായിട്ട് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. കാരണം 2024 നടക്കാൻ പോകുന്ന ഏതൊരു PSC പരീക്ഷയിലാണെങ്കിലും 2023 കറണ്ട് അഫേഴ്സ് പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുണ്ട്. 2023 നമുക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സ് എന്ന വിഭാഗത്തിൽ. അതുകൊണ്ട് 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിംഗിൾ വീഡിയോ ആണിത്. ചന്ദ്രയാനും അതുപോലെ ആദിത്യ L1 പിന്നെ നമ്മുടെ ഭരണഘടനാ ഭേദഗതിയും മന്ത്രിമാരും വകുപ്പുകളും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം മുഴുവൻ കണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. റിപ്പീറ്റഡായിട്ട് കേട്ടങ്ങ് പഠിച്ചാൽ മതി. നമ്മൾ പോലും അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിലേക്ക് അങ്ങ് സെറ്റ് ആയിക്കോളും. ഇതുകൂടാതെ 2023 എല്ലാ കറണ്ട് അഫേഴ്സും കംപ്ലീറ്റ് കാട്ടടച്ചുള്ള ഫുൾ കറണ്ട് അഫേഴ്സും അതുപോലെ 2022 പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാപ്സ്യൂൾ പോലുള്ള കറണ്ട് അഫേഴ്സും 2021 കറണ്ട് അഫേഴ്സും അതിൻ്റെ PDF കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പിൽ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. LDCക്കൊക്കെ 20 മാർക്കാണ് കറണ്ട് അഫേഴ്സിന്. അപ്പോൾ നിങ്ങളിത് പഠിച്ച് തീർത്താൽ ഈ ഒരു ഞാനീ തരുന്ന ഇത്രയും കണ്ടന്റ് തീർത്താൽ സംഭവം സെറ്റാണ്. ഫുൾ PDF കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊരു ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ കറണ്ട് അഫേഴ്സ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് വീഡിയോയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. 106 ഭരണഘടനാ ഭേദഗതി നിയമം 2023. ഇത് 2023 വന്നിരിക്കുന്ന ഒരു ഭേദഗതി ആയതുകൊണ്ട് തന്നെ ഇത് 2024 2025 ഒക്കെ നടക്കാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകളിലും കറണ്ട് അഫേഴ്സിലും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് ഈ ഒരു ഭേദഗതി നന്നായിട്ട് പഠിച്ചിട്ടേ ഇനിയുള്ള ഏത് PSC പരീക്ഷകൾക്കും നിങ്ങൾ പോകാവുള്ളൂ. ഓക്കെ, പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ഈ 106 ഭരണഘടനാ ഭേദഗതി? ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ഭേദഗതി നിയമം നിലവിൽ വന്നത് 2023 സെപ്റ്റംബർ 28-നാണ്. 106 ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2023 സെപ്റ്റംബർ 28-നാണ്. നിലവിൽ വന്ന ഡേറ്റ് ഓർത്തിരുന്നോണം, 2023 സെപ്റ്റംബർ 28. ആരായിരുന്നു രാഷ്ട്രപതി? അതിൽ ഒപ്പുവെച്ചത് ദ്രൗപദി മുർമുവാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ് 106 ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ചത്. സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഭേദഗതിയാണ് ഈ 106 ഭരണഘടനാ ഭേദഗതി. എന്താണെന്ന് പറയാം. അപ്പോൾ അതിൽ ഒപ്പുവെച്ചതും ഒരു സ്ത്രീ ദ്രൗപദി മുർമുവാണ്. ദ്രൗപദി മുർമു, ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു തന്നെയാണ് 106 ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ചത് എന്നറിഞ്ഞിരിക്കുക. ഇനി എന്താണ് ഈ 106 ഭരണഘടനാ ഭേദഗതി നിയമം? ലോകസഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33%, ഓർത്തിരിക്കുക, 33% അല്ലെങ്കിൽ 1/3 15 വർഷത്തേക്ക്, എത്ര വർഷത്തേക്കാണ്? 15 വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് 106 ഭരണഘടനാ ഭേദഗതി നിയമം 2023. എന്താണ്? ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33% അല്ലെങ്കിൽ 1/3 എന്ന് പറയാം. മൊത്തം സീറ്റുകളുടെ 33% അല്ലെങ്കിൽ 1/3 15 വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് 106 ഭരണഘടനാ ഭേദഗതി നിയമം 2023. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോയാൽ മതി. കാണാതെ പഠിക്കാനോ അല്ലെങ്കിൽ പിന്നെ തന്നെ പഠിക്കാനോ ഒന്നും വെക്കണ്ട. ഇപ്പോൾ ഈ കേൾക്കുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സംഭവം പഠിക്കാം. അപ്പം 106 ഭരണഘടനാ ഭേദഗതി നിയമം ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33% അല്ലെങ്കിൽ 1/3 15 വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്ന നിയമമാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് മനസ്സിലാക്കിയാൽ ഒരു പകുതി ഭാഗം ഇതിൻ്റെ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് 128 ഭേദഗതി ബില്ലാണ്. 2023 128 ഭേദഗതി ബില്ല് പ്രകാരമാണ് ഈ ഒരു 106 ഭരണഘടനാ ഭേദഗതി നിയമമെന്നും ഓർത്തോണം. നാരി ശക്തി വന്ദൻ അധിനിയം എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലായിരുന്നോ? നാരി ശക്തി, സ്ത്രീകളാണല്ലോ നാരി, അപ്പം നാരിയായിട്ട് കണക്ട് ചെയ്യാമല്ലോ. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ഒരു നിയമമാണിത്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഈ ഒരു ഭേദഗതി നിയമത്തെ പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം അവതരിപ്പിച്ചത് ലോകസഭയിലാണ്. എവിടെയാണ് ഇത് ആദ്യം അവതരിപ്പിച്ചത്? ലോകസഭ നമ്മുടെ പാർലമെൻറ്റിന് 2 സഭകളുണ്ടല്ലോ, ലോകസഭയും രാജ്യസഭയും. അതിലാദ്യം ലോകസഭയിൽ ഇത് അവതരിപ്പിച്ചു. ലോക്സഭയിൽ അവതരിപ്പിച്ചത് നമ്മുടെ കേന്ദ്ര നിയമനീതി മന്ത്രിയായിരുന്ന അർജുൻ റാം മേഘ്വാളാണ് ഈ ഒരു നിയമം, ഈ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത്. അർജുൻ റാം മേഘ്വാളാണ് ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്ന് അറിഞ്ഞിരിക്കുക. ഇത് അവതരിപ്പിച്ചത് 19 സെപ്റ്റംബർ 2023. ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. ലോക്സഭയിൽ അർജുൻ
റാം മേഘ്വാൾ നീതിമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത് 19 സെപ്റ്റംബർ 2023 ലോക്സഭ പാസ്സാക്കിയത് തൊട്ടടുത്ത ദിവസമായ 20 സെപ്റ്റംബറിനാണ്. 20 സെപ്റ്റംബർ 2023 ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയത്. 128ാമത് ഭേദഗതി ബില്ലായ നാരി ശക്തി വന്ദൻ അധിനിയം ലോക്സഭ പാസ്സാക്കിയത് 20 സെപ്റ്റംബർ. 19-ാം തീയതി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചുവെന്ന് അറിഞ്ഞിരിക്കുക. 452 പേര് വോട്ട് ചെയ്തു. 452 പേര് വോട്ട് ചെയ്തു. 2 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത്. 452-ലെ രണ്ടിങ് എടുത്താൽ ആ 2 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത്. എതിർത്ത് വോട്ട് ചെയ്തത് 2 പേരാണ്. ഒരുപക്ഷെ അതൊക്കെ ചോദിക്കാം. 454 പേര് 454 പേരാണ്. 454 പേര് വോട്ട് ചെയ്തു. അതിൽ 2 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത്. 454 പേര് വോട്ട് ചെയ്തു. 2 പേര് എതിർത്ത് വോട്ട് ചെയ്തു. അത് മാറിപ്പോകരുത്. 454 454 പേര് വോട്ട് ചെയ്തു. 2 പേര് എതിർത്ത് വോട്ട് ചെയ്തു. വോട്ടിങ്ങിൽ നിന്നും ആരും തന്നെ വിട്ടു നിന്നില്ല ഈ ഒരു ബില്ലിൻ്റെ കാര്യത്തിന്. അപ്പോൾ ലോക്സഭയിലെ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ രാജ്യസഭയിലേക്ക് 2 സഭകളിലും പാസ്സാക്കണമല്ലോ. രാജ്യസഭയിലെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത് ലോക്സഭയിലും രാജ്യസഭയിലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ബില്ലായതുകൊണ്ടാണ്. ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാമെന്നുള്ളത് കൊണ്ട് കൂടിയാണ്. രാജ്യസഭ ഇത് പാസ്സാക്കിയത് 21 സെപ്റ്റംബറാണ്. 19-ാം തീയതി ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം 20-ാം തീയതി ലോക്സഭ പാസ്സാക്കി. തൊട്ടടുത്ത ദിവസം തന്നെ 21 സെപ്റ്റംബറിന് ഇത് രാജ്യസഭയും പാസ്സാക്കി. 21 സെപ്റ്റംബർ 2023 രാജ്യസഭയും പാസ്സാക്കി. രാജ്യസഭയിൽ 214 പേരാണ് വോട്ട് ചെയ്തത്. രാജ്യസഭയിൽ 214 പേര് വോട്ട് ചെയ്തു. ഐക്യകണ്ഠേന ഇത് പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ ബില്ല് അവതരിപ്പിച്ചത് ഈ ബില്ല് ടോട്ടലി അവതരിപ്പിച്ചത് ബില്ല് അംഗീകരിച്ചത് രാഷ്ട്രപതി അംഗീകരിച്ചത് 28 സെപ്റ്റംബർ. ബില്ല് അംഗീകരിച്ചത് 28 സെപ്റ്റംബർ 2023 ബില്ല് അംഗീകരിച്ചത് 28 സെപ്റ്റംബർ 2023 എന്നും ഓർത്തിരിക്കുക. അപ്പോൾ ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചത് 19-ാം തീയതി, ലോകസഭ പാസ്സാക്കിയത് 20-ാം തീയതി, രാജ്യസഭ പാസ്സാക്കിയത് 21-ാം തീയതി. ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചത് 28 സെപ്റ്റംബർ 2023 ഓർത്തിരിക്കുക. നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 15 വർഷത്തേക്കാണ് ഇതിൻ്റെ കാലാവധി. നിയമം പ്രാബല്യത്തിൽ വന്ന് 15 വർഷത്തേക്കാണ് ഇതിൻ്റെ കാലാവധി എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു ബില്ലിലെ പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകളും കാര്യങ്ങളും ഒക്കെ ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ പേരെന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഇതിൻ്റെ പേര്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഇതിൻ്റെ പേര്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് വനിതാ സംവരണ ബില്ലിൻ്റെ പേര്. ഓർത്തിരിക്കുക, നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് വനിതാ സംവരണ ബില്ലിൻ്റെ പേര്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബില്ല് ന്യൂ പാർലമെൻറ്റ് അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ന്യൂ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് ഓർത്തിരിക്കുക. വനിതാ സംവരണം 2024 ഉണ്ടാകില്ല. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയൊക്കെ തെറ്റിച്ചൊക്കെ ചോദിക്കാം. 2024 മുതൽ എന്ന് വരെ ഇത്ര വർഷം വരെയാണ്, 15 വർഷത്തേക്കാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ 2024 ഉണ്ടാകില്ല. സെൻസസ് മണ്ഡല പുനർനിർണയ നടപടികൾ പൂർത്തിയായാലേ നിയമം നടപ്പാക്കാനാകൂ. സംവരണം 15 വർഷത്തേക്ക് തുടരുമെന്നും സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിൽ SC/ST വിഭാഗങ്ങൾക്ക് കോട്ട ഉണ്ടായിരിക്കുമെന്നും ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലിമിറ്റേഷന് ശേഷം സംവരണം പ്രാബല്യത്തിൽ വരുമെന്നും ബില്ലിൽ പറയുന്നു. ബില്ല് പ്രകാരം ഓരോ മണ്ഡല പുനർനിർണയത്തിന് ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾ മാറിവരും. നിലവിൽ ലോക്സഭയിൽ 543-ൽ 82 വനിതകളാണ് 2023-24 ഈ ഒരു കാലയളവിൽ ബിൽ അവതരിപ്പിക്കുന്ന സമയത്തുള്ളത്. 543-ൽ 82 വനിതകളാണ് ഉള്ളത്. ഭേദഗതി നിലവിൽ വന്നാൽ 543-ൽ 181 സീറ്റും വനിതകൾക്കായിരിക്കും. അപ്പോൾ പ്രാബല്യത്തിൽ വന്നാൽ എത്രയാവും? ഇപ്പോൾ നിലവിൽ 82 പേര് ആ റേഞ്ചേ ഉള്ളൂ. പ്രാബല്യത്തിൽ വന്നാൽ 543-ൽ 181 സീറ്റും വനിതകൾക്കായിരിക്കും. 543-ൽ 181 വനിതകൾക്കായി മാറും ഇനി പ്രാബല്യത്തിൽ വന്നാൽ. ഓക്കെ, രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാകില്ല എന്നും ഓർത്തിരിക്കുക. രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാകില്ല. ഓക്കെ, ഇനി അനുച്ഛേദങ്ങളുടെ ഭേദഗതി. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് കുറച്ച് അനുച്ഛേദങ്ങളിലൊക്കെ ഭേദഗതി വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അനുച്ഛേദങ്ങളുടെ ഭേദഗതി ഉൾപ്പെടുത്തൽ അത് ഏതൊക്കെയാണ് എന്നറിഞ്ഞിരിക്കണം. 106ാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട്
അനുച്ഛേദങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം. അനുച്ഛേദം 239 എ ഭേദഗതി ചെയ്തു. 239 എ ഭേദഗതി ചെയ്തു. 239 എ ഭേദഗതി ചെയ്തു. അതുപോലെ തന്നെ അനുച്ഛേദങ്ങളായ 330 എ, അതുപോലെ 332 എ, അതുപോലെ തന്നെ 334 എ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഭേദഗതി ചെയ്തു. അനുച്ഛേദം 330 332 334 എ എന്നിവ ഉൾപ്പെടുത്തി. 330 332 334 എ എന്നിവ ഉൾപ്പെടുത്തി 239 എ ഭേദഗതി ചെയ്തു. അപ്പോൾ ഓർത്തിരിക്കുക, അനുച്ഛേദം 239 എ ഭേദഗതി ചെയ്തു. 330 332 334 എന്നിവ ഉൾപ്പെടുത്തിയെന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഈ ഒരു 106-ാം ഭരണഘടനാ ഭേദഗതി നിയമം 2023 ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. കഴിഞ്ഞിടയ്ക്ക് വിക്ഷേപിച്ച ആദിത്യ L1 എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ലക്ഷ്യത്തിലെത്തിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമാണിത്. ആസ്ട്രോസാറ്റ് 2015 വിക്ഷേപിച്ച ആസ്ട്രോസാറ്റിന് ശേഷമുള്ള ISROയുടെ രണ്ടാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ദൗത്യമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 പകൽ 11:50 ഇത് വിക്ഷേപിച്ചത്. ഡേറ്റ് ഓർത്തിരുന്നോണം. 2023 സെപ്റ്റംബർ 2 ഇത് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ ബഹിരാകാശ നിലയം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട. ഡേറ്റാണ് പ്രധാനം. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV XL C57 ആണ്. PSLV XL C57. ആദിത്യ L1 എല്ലിലല്ലേ തുടങ്ങുന്നത്. L1 ഒന്നാമത്തെ L1. അപ്പം L എന്ന് തിരിച്ചെഴുതിയാൽ 7 ആകുമല്ലോ. സോ 57 ആണെന്ന് ഉറപ്പിക്കാമല്ലോ. C57 PSLV XL C57 57 C57 ആണ് ആദിത്യ L1 വാഹനം അല്ലെങ്കിൽ റോക്കറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. 1475 കിലോഗ്രാം 1475 കിലോഗ്രാമാണ് ഭാരം. 1475 കിലോഗ്രാമാണ് ആദിത്യ L1ൻ്റെ ഭാരം എന്നറിഞ്ഞിരിക്കുക. L1ന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റ് എന്ന സാങ്കല്പിക ഭ്രമണപഥമാണ് ആദിത്യ L1ൻ്റെ ലക്ഷ്യസ്ഥാനം. L1ന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റ് എന്ന സാങ്കല്പിക ഭ്രമണപഥമാണ് ആദിത്യ L1ൻ്റെ ലക്ഷ്യസ്ഥാനം. 5 വർഷവും 2 മാസവുമാണ് ഇതിൻ്റെ കാലാവധി. ആദിത്യ L1 നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ISRO, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂർ, അതുപോലെ ഇന്ത്യ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് പൂനെ എന്നിവരാണ്. ISROയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരും അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് പൂനെയുമാണ് ആദിത്യ L1ൻ്റെ നിർമ്മാതാക്കൾ. ഏകദേശം 400 കോടിയാണ് ആദിത്യ L1ൻ്റെ ചെലവ് വന്നിരിക്കുന്നത്. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ നിഗർ ഷാജിയാണ് ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ. മിഷൻ ഡയറക്ടർ ഡോക്ടർ SR ബിജു ആണ്. മിഷൻ ഡയറക്ടർ ഡോക്ടർ SR ബിജു. ISROയുടെ ചെയർമാൻ S സോമനാഥാണ്. മലയാളിയായ S സോമനാഥാണ്. അതുപോലെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ആണെന്നും ഈ കൂട്ടത്തിലൊന്ന് ഓർത്തിരിക്കുക. ആദിത്യ എന്ന സംസ്കൃത പദത്തിന് അർത്ഥം എന്ന് പറയുന്നത് സൂര്യൻ എന്ന് തന്നെയാണ്. നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. ആദിത്യൻ സൂര്യനാണ്. ആദിത്യ എന്നത് സംസ്കൃത പദമാണ്. അതിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. L1 എന്നാൽ ഒന്നാം ലഗ്രാഞ്ച് പോയിൻ്റ് ആണ് L1. PSLV എന്നത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളാണ്. നമ്മൾ പറഞ്ഞല്ലോ PSLV C57 എന്നൊക്കെ. അപ്പം L1 ആദിത്യ L1ലെ L1 എന്ന് പറയുന്നത് ഒന്നാം ലഗ്രാഞ്ച് പോയിൻ്റ് ആണ്. അതുപോലെ PSLV എന്ന് പറയുന്നത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. 2023 G20 സമ്മേളനം. 2023 G20 സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ G20 സമ്മിറ്റ് നടന്നത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ 2023 G20 സമ്മിറ്റ് നടന്നുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ PSC പരീക്ഷകളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും കണ്ടന്റ് ഉള്ളതുകൊണ്ട് മിക്കവാറും കറണ്ട് അഫേഴ്സിലൊരു ചോദ്യം ഒന്നല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു G20 സമ്മിറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വിവരങ്ങളും പഠിച്ചിട്ടേ ഇനി ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾ പോകുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് G20 സമ്മിറ്റുമായി ബന്ധപ്പെട്ട് PSC പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ട എല്ലാ പോയിന്റുകളുമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യം റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേട്ടങ്ങ് പഠിച്ചു പോയാൽ മതി. ഈ ഒരു വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് തന്നെ കുറച്ച് സമയം എടുത്ത് അങ്ങ് പഠിച്ചാൽ കാര്യങ്ങളെല്ലാം സെറ്റാകും. അല്ലാതെ എത്ര നേരം വായിച്ചാലും കുറേ കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേട്ട് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ G20 സമ്മിറ്റ് നടന്ന എവിടെയാണ്? ഇന്ത്യയിലാണ് എന്ന് നമുക്കറിയാം. ആതിഥേയ രാജ്യം ഇന്ത്യയാണ്. 18ാമത്തെ സമ്മേളനമാണ് 2023 നടന്നത്. ഈ 18ാമത്തെ G20 സമ്മിറ്റിൻ്റെ ലോഗോ എന്ന് പറയുന്നത് താമരയാണ്.
ഇതിൻ്റെ വേദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം പ്രഗതി മൈതാനാണ്. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാൻ ഭാരത് മണ്ഡപമാണ് 2023 G20 സമ്മിറ്റിൻ്റെ വേദി. 2023 G20 സമ്മിറ്റിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം അല്ലെങ്കിൽ വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ എന്നതാണ്. പ്രമേയം വസുദൈവ കുടുംബകം. ഷെർപ്പ 2023 G20 സമ്മിറ്റിൻ്റെ ഷെർപ്പ അമിതാഭ് കാന്താണ് ഷെർപ്പ. അധ്യക്ഷനാരാണ്? നരേന്ദ്രമോദിയാണ്. 2023 G20 സമ്മിറ്റിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. G20 അംഗങ്ങളും 9 ക്ഷണിതാക്കളായ രാജ്യങ്ങളും 14 അന്താരാഷ്ട്ര സംഘടനകളുമാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. G20 അംഗങ്ങളും 9 ക്ഷണിതാക്കളായ രാജ്യങ്ങളും 14 അന്താരാഷ്ട്ര സംഘടനകളുമാണ് പങ്കെടുക്കുന്നവർ. G20 സമ്മേളന തീയതി 2023 സെപ്റ്റംബർ 9, 10 എന്നീ തീയതികളാണ്. 2023 സെപ്റ്റംബർ 9, 10 എന്നീ തീയതികളിലാണ് G20 സമ്മേളന തീയതി. ഇന്ത്യയുടെ അധ്യക്ഷ പദവിയുടെ കാലാവധി 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെ ആയിരുന്നു എന്ന് ഓർത്തോണം. ഇന്ത്യ G20 അധ്യക്ഷ പദവി വഹിച്ച കാലാവധി 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെയാണ്. G20 2023 ട്രോയിക്ക ആയ രാജ്യങ്ങൾ ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ. G20 2023 ട്രോയിക്ക ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ. ഓക്കെ. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു തരത്തിലാണ് ഈ G20 സമ്മിറ്റിൻ്റെ ഒരു ലോഗോ ഉണ്ടായിരിക്കുന്നത്. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. G20 ലോഗോ എന്ന് പറയുന്നത് താമരയിൽ ഭൂമിയെ നിർത്തിയേക്കുന്നു. കുങ്കുമം, വെള്ള, പച്ച, നീല എന്നിവയാണ് ലോഗോയിലെ നിറങ്ങൾ. കുങ്കുമം, വെള്ള, പച്ച, നീല. താമരയുടെ 7 ഇതളുകൾ ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളെയും 7 സംഗീത കുറിപ്പുകളെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രമേയം നമ്മൾ പറഞ്ഞു, വസുദൈവ കുടുംബകം. ഇതെടുത്തിരിക്കുന്നത് മഹാ ഉപനിഷത്തിൽ നിന്നാണ് എന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ G20 അംഗങ്ങൾ 9 ക്ഷണിതാക്കൾ 14 അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നതെന്നും ഓർത്തോണം. ഓക്കെ. ഇനി G20 ഉച്ചകോടിയിലെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതിലാദ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തി. ഫോറത്തിൽ വികസ്വര രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ചുവടുവെപ്പായി ആഫ്രിക്കൻ യൂണിയനെ G20 സ്ഥിര അംഗമായി അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ G21 ആകത്തില്ലേ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം. 20 രാജ്യങ്ങളായതുകൊണ്ട് G20 ആഫ്രിക്കൻ യൂണിയനോട് വന്നപ്പം 21 ആയില്ല. അപ്പോൾ G21 ആകാൻ മേലെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ആഫ്രിക്കൻ യൂണിയനെ ഉൾക്കൊള്ളിച്ചതോടെ G20 ഗ്രൂപ്പിൻ്റെ അംഗസംഖ്യ ഇപ്പോൾ 21 പക്ഷേ ഫോറത്തിൻ്റെ പേര് G21 എന്ന് പല സോഴ്സിലും കാണിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായ പേരുമാറ്റം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നും അറിഞ്ഞിരിക്കുക. ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അന്തർദേശീയ റെയിൽ ഷിപ്പിംഗ് റൂട്ടായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചു ഈ G20 ഭാഗമായി. അടുത്ത പോയിൻ്റാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അന്തർദേശീയ റെയിൽ ഷിപ്പിംഗ് റൂട്ടാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് മറുപടിയായിട്ടാണ് ഈ ഒരു IMEEC അഥവാ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വന്നത്. IMEC പദ്ധതിയെ പാശ്ചാത്യ രാജ്യങ്ങൾ കാണുന്നത് ഇതുപോലെ ഞാൻ പറഞ്ഞ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായിട്ടാണ് എന്നും അറിഞ്ഞിരിക്കുക. ഇടനാഴി ഇന്ത്യയിൽ നിന്നും UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേൽ, ഗ്രീസ് എന്നീ രാജ്യങ്ങൾ വഴി യൂറോപ്പിലെത്തുന്ന രീതിയിലാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി G20 പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കും മധ്യപൂർവ്വ ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിൽ ഒരു കപ്പൽ റെയിൽ കണക്ടിവിറ്റി എന്ന ആശയം ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ സൗദി അറേബ്യയിൽ നടന്ന ബഹുരാഷ്ട്ര യോഗത്തിലാണ് ഉരുത്തിരിഞ്ഞത്. US, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ഒരു സാധനം പ്രഖ്യാപിച്ചത്. അടുത്തത് ആഗോള ജൈവ ഇന്ധന സഖ്യം, ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ് അഥവാ ആഗോള ജൈവ ഇന്ധന സഖ്യം. G20 ഉച്ചകോടിയിൽ ഇന്ത്യ ആഗോള ജൈവ ഇന്ധന സഖ്യത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ജൈവ ഇന്ധനം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും വ്യവസായ സംരംഭങ്ങളുടെയും സഖ്യമാണിത്. അപ്പോൾ ഓർക്കുക, G20 ഉച്ചകോടിയിൽ ഇന്ത്യ ആഗോള ജൈവ ഇന്ധന സഖ്യത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ജൈവ ഇന്ധനം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും വ്യവസായ സംരംഭങ്ങളുടെയും
സഖ്യമാണിത് എന്ന് പറഞ്ഞിരിക്കുക. ഇന്ത്യക്കൊപ്പം US, ബംഗ്ലാദേശ്, ഇറ്റലി, ബ്രസീൽ, അർജൻറ്റീന, മൗറീഷ്യസ്, UAE, ദക്ഷിണാഫ്രിക്ക കൂടാതെ 12 രാജ്യാന്തര സംഘടനകളും ഇതിനോടകം സഖ്യത്തിന് പിന്തുണ അറിയിച്ചു. അപ്പോൾ ആഗോള ജൈവ ഇന്ധന സഖ്യം പ്രഖ്യാപിച്ചു, ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ്. ഓക്കെ, ഇനി കാലാവസ്ഥാ വ്യതിയാനം. ഈ ഒരു G20 സമ്മേളനത്തിലെ നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കാലാവസ്ഥാ വ്യതിയാനം. G20 നേതാക്കൾ 2030 ആഗോളതലത്തിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജശേഷി 3 ഇരട്ടിയാക്കാൻ സമ്മതിക്കുകയും പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് G20 നേതാക്കൾ 2030 ആഗോളതലത്തിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജശേഷി 3 ഇരട്ടിയാക്കാൻ സമ്മതിക്കുകയും പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിൻ്റെ ആവശ്യകത അംഗീകരിക്കുകയും ചെയ്തു. അടുത്തത് ന്യൂഡൽഹി ലീഡേഴ്സ് ഡിക്ലറേഷൻ. എല്ലാവരെയും ഉൾപ്പെടുത്തി സുസ്ഥിരവും സന്തുലിതവുമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകാൻ ശ്രമിക്കുന്ന ഒരു ഔദ്യോഗിക നോൺ ബൈൻഡിംഗ് പ്രഖ്യാപനമാണ് ഡൽഹി വെച്ച് നടന്നത്. പ്രഖ്യാപനത്തിൻ്റെ മുദ്രാവാക്യം ഞങ്ങൾ ഒരു ഭൂമിയാണ്, ഒരു കുടുംബമാണ്, ഞങ്ങൾ ഒരു ഭാവി പങ്കിടുന്നു. വി ആർ വൺ എർത്ത്, വൺ ഫാമിലി ആൻഡ് വി ഷെയർ വൺ ഫ്യൂച്ചർ. അപ്പം ന്യൂഡൽഹി ലീഡേഴ്സ് ഡിക്ലറേഷൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തി സുസ്ഥിരവും സന്തുലിതവുമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകാൻ ശ്രമിക്കുന്ന ഒരു ഔദ്യോഗിക നോൺ ബൈൻഡിംഗ് പ്രഖ്യാപനമാണ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നത്. പ്രഖ്യാപനത്തിൻ്റെ മുദ്രാവാക്യം ഞങ്ങളൊരു ഭൂമിയാണ്, ഒരു കുടുംബമാണ്, ഞങ്ങളൊരു ഭാവി പങ്കിടുന്നു. G20 2030 അജണ്ടയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും മറ്റും കൈവരിക്കുന്നതിൽ വന്ന പരാജയവും ദരിദ്ര സംബന്ധമായ പ്രശ്നങ്ങളും കൂടാതെ ശരാശരി ജീവിത ചെലവുകളുടെ വർധനവുമാണ് ന്യൂഡൽഹി ഡിക്ലറേഷൻ്റെ ആമുഖത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് റഷ്യൻ ഉക്രൈൻ യുദ്ധം. രാജ്യങ്ങൾക്ക് ബലപ്രയോഗത്തിലൂടെ ഒരു പ്രദേശം പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് G20 രാജ്യങ്ങൾ സമ്മതിച്ചു. ഒപ്പം ഉക്രൈനിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ചർച്ച ചെയ്തു. എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയെ നേരിട്ട് വിമർശിച്ചിട്ടില്ല. അപ്പോൾ രാജ്യങ്ങൾ ബലപ്രയോഗത്തിലൂടെ ഒരു പ്രദേശം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് G20 രാജ്യങ്ങൾ ഈ ഒരു സമ്മേളനത്തിൽ സമ്മതിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ G20 സാറ്റലൈറ്റ് മിഷൻ. പരിസ്ഥിതി, കാലാവസ്ഥ എന്നിവയുടെ നിരീക്ഷണത്തിനായി G20 ഉപഗ്രഹ ദൗത്യം വിക്ഷേപിക്കാൻ ഇന്ത്യ നിർദ്ദേശിച്ചു. പരിസ്ഥിതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെയൊക്കെ നിരീക്ഷണത്തിനൊക്കെയായി G20 ഉപഗ്രഹ ദൗത്യം വിക്ഷേപിക്കാൻ ഇന്ത്യ നിർദ്ദേശിച്ചു ഈ ഒരു G20 സമ്മിറ്റിൽ. ഇത്രയൊക്കെ കാര്യങ്ങൾ G20യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായും അറിഞ്ഞിരിക്കണം. പിന്നെ ഓരോ മീറ്റിങ്ങിൻ്റെയൊക്കെ ഒഫീഷ്യൽ മീറ്റിംഗ് ഒരുപാട് വേദികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് വേദികളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഷെർപ്പ മീറ്റിങ്ങിൻ്റെ വേദികൾ, ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് ഉദയ്പൂരാണ്, രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് കുമരകമാണ്. അതുപോലെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ വേദികളുണ്ട്. അതൊക്കെ കുറേ ഉണ്ട്. ഡീപ്പായിട്ട് പഠിക്കാൻ പോയ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക G20 സമ്മേളനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ G20 സമ്മേളനത്തിൻ്റെ പ്രധാന ഫലങ്ങളെന്ന് പറയുന്നത് ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ആഗോള ജൈവ ഇന്ധന സഖ്യം, പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ന്യൂഡൽഹി ലീഡേഴ്സ് ഡിക്ലറേഷൻ, പിന്നെ റഷ്യ യുക്രൈൻ യുദ്ധം, G20 സാറ്റലൈറ്റ് മിഷൻ, ഇതൊക്കെ പ്രധാനമായും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യക്ക് തന്നെ വളരെയധികം അഭിമാനമായി മാറിയ വിജയകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. 40 ദിവസം നീണ്ടു നിന്ന ഏകദേശം 3.8 ലക്ഷം കിലോമീറ്റർ താണ്ടിയ ഒരു വലിയ ദൗത്യമായിരുന്നു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കണം. ഇത് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3യിൽ അവസാനിക്കുന്ന വാക്ക് 2023, 23 അപ്പോൾ 23 എന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അതൊന്നും ഓർപ്പിക്കുക. അങ്ങനെ 2023 ജൂലൈ 14 ഉച്ചയ്ക്ക് 2:35 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. LV-M4 M3 M4ലാണ് വിക്ഷേപണം. 2023 ജൂലൈ 14 ഉച്ചയ്ക്ക് 2:35 ചന്ദ്രയാൻ 3 മാർക്ക് 3 എന്ന റോക്കറ്റ് ഭീമൻ്റെ കരുത്തിലേറി വിക്ഷേപിക്കപ്പെട്ടത്. അപ്പോൾ ഇത് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതിയും കൂടെ ഓർത്തോണം. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ ഓർത്തിരിക്കുക, 2023 ജൂലൈ 14 വിക്ഷേപിച്ചു, 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ പേടകമിറക്കിയ 4ാമത്തെ രാജ്യവുമായി ഇന്ത്യ. ആദ്യമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. അതുപോലെ തന്നെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ പേടകമിറക്കുന്ന 4ാമത്തെ രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി. ഡോക്ടർ S. സോമനാഥാണ് ISROയുടെ ഈ സമയത്തെ ചെയർമാൻ. അതുപോലെ
VSSC ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായരാണ്. പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3 സമയത്തെ പ്രൊജക്ട് ഡയറക്ടർ, ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ. കെ കൽപ്പനയാണ് ചന്ദ്രയാൻ 3യുടെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ. എം വനിതയാണ് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ ഡെപ്യൂട്ടി ഡയറക്ടർ. എം ശങ്കരനാണ് ISROയുടെ സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഞാൻ ഈ പറഞ്ഞത്. ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് S സോമനാഥാണ്. അതുപോലെ VSSCയുടെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായരാണ്. പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ. ഓർത്തിരിക്കുക, ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ്. അതുപോലെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ കെ കൽപ്പനയാണ്. UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ ഡെപ്യൂട്ടി ഡയറക്ടർ എം വനിതയാണ്. അതുപോലെ എം ശങ്കരനാണ് ISROയുടെ സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. കേന്ദ്രമന്ത്രിസഭയിൽ നിരവധി മന്ത്രിമാരുണ്ടെന്നും അതുപോലെ ഈ മന്ത്രിമാരൊക്കെ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നും നമുക്കറിയാം. അപ്പോൾ ആരൊക്കെയാണ് ഈ മന്ത്രിമാർ? ഇവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? അതൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നരേന്ദ്രമോദിയുടെ വകുപ്പുകൾ. ഓക്കെ, നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് വാരണാസിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ പേഴ്സണൽ, പബ്ലിക് ഗ്രീവിയൻസസ് ആൻഡ് പെൻഷൻസ്, ആണവോർജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും, പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും ഇതൊക്കെ നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നു. ഓർക്കുക, നരേന്ദ്രമോദിയുടെ വകുപ്പുകളാണ് പേഴ്സണൽ, പബ്ലിക് ഗ്രീവിയൻസസ് ആൻഡ് പെൻഷൻസ്, ആണവോർജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും, പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തത് ശ്രീ രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ് കൈകാര്യം ചെയ്യുന്നത്. ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി രാജ്നാഥ് സിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. അമിത്ഷാ, ശ്രീ അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആഭ്യന്തരകാര്യവും സഹകരണവുമാണ്. ഓർക്കുക, അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആഭ്യന്തരകാര്യവും സഹകരണവുമാണെന്ന് ഓർക്കുക. ആഭ്യന്തരകാര്യവും സഹകരണവും കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായാണ്. ശ്രീ നിതിൻ ജയറാം ഗഡ്കരി, നിതിൻ ഗഡ്കരിയുടെ വകുപ്പുകൾ റോഡ് ഗതാഗതം അതുപോലെ ഹൈവേസ് എന്നിവയാണ്. നിതിൻ ജയറാം ഗഡ്കരി കൈകാര്യം ചെയ്യുന്നത് റോഡ് ഗതാഗതവും ഹൈവേസുമാണ്. റോഡ് ഗതാഗതവും ഹൈവേസും കൈകാര്യം ചെയ്യുന്നത് നിതിൻ ജയറാം ഗഡ്കരി. റോഡിലൂടെ പോയാലല്ലേ ഉള്ളൂ കരിയും പൊടിയൊക്കെ നമ്മുടെ മേത്ത് അടിക്കത്തുള്ളൂ. അപ്പോൾ ഹൈവേ കൂടെ റോഡിൽ കൂടെ പോയ കരിയൊക്കെ അടിക്കും. നിതിൻ ഗഡ്കരി റോഡും ഹൈവേസുമാണെന്ന് ഓർത്തിരിക്കാമല്ലോ. സോ നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗതവും ഹൈവേസുമാണ്. നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യവും കോർപ്പറേറ്റ് കാര്യവുമാണ്. നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ധനകാര്യവും കോർപ്പറേറ്റ് കാര്യവും. നിർമ്മല സീതാരാമൻ ധനകാര്യവും കോർപ്പറേറ്റ് കാര്യവും. എസ് ജയശങ്കർ, ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ കൈകാര്യം ചെയ്യുന്നത് വിദേശകാര്യമാണ്. ഓർക്കുക, ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വിദേശകാര്യം. എസ് ജയശങ്കറിൻ്റെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വിദേശകാര്യമാണ്. ശ്രീ അർജുൻ മുണ്ട കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആദിവാസി ക്ഷേമം, കൃഷി, കർഷക ക്ഷേമം എന്നിവയാണ്. ആദിവാസി ക്ഷേമം, കൃഷി, കർഷക ക്ഷേമം എന്നിവയാണ് അർജുൻ മുണ്ട കൈകാര്യം ചെയ്യുന്നത്. ഓർക്കുക, ശ്രീ അർജുൻ മുണ്ട കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആദിവാസി ക്ഷേമം, കൃഷി, കർഷക ക്ഷേമം എന്നിവയാണ്. ആദിവാസി ക്ഷേമവും കൃഷി, കർഷക ക്ഷേമവും എന്നിവയാണ് അർജുൻ മുണ്ട കൈകാര്യം ചെയ്യുന്നത്. സ്മൃതി സുബിൻ ഇറാനി എന്ന അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ശിശു വികസനവും ന്യൂനപക്ഷ കാര്യവുമാണ്. അദ്ദേഹം സ്മൃതി ഇറാനി കൈകാര്യം ചെയ്യുന്ന വകുപ്പ്, സ്മൃതി സുബിൻ ഇറാനി എന്ന സ്മൃതി ഇറാനി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ശിശു വികസനവും ന്യൂനപക്ഷ കാര്യവുമാണെന്ന് ഓർത്തിരിക്കുക. ഇവരുടെ ഈ അടുത്തിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക്, PSC അല്ല, മറ്റൊരു പരീക്ഷയ്ക്കാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സ്മൃതി ഇറാനിയുടെ വകുപ്പ് ചോദിച്ചിട്ട് ഓപ്ഷൻ എയിൽ കൊടുത്തിരുന്നത്. ആദ്യകാലത്താണ് ഇവർ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഒക്കെ ഹ്യൂമൻ റിസോഴ്സ് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീട് മാറി. അപ്പോൾ ഇപ്പോഴത്തെ ഓർത്തോണം, ശിശു വികസനവും ന്യൂനപക്ഷ കാര്യവുമാണ് ഈ സ്മൃതി സുബിൻ ഇറാനി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്ഷൻ എയിൽ നമുക്ക് ഇവരുടെയൊക്കെ നേരത്തെ വകുപ്പുകളൊക്കെ തന്നിട്ട് കൺഫ്യൂഷൻ അടിപ്പിച്ചൊക്കെ ചോദിക്കാം, ശ്രദ്ധിച്ചോണം. സ്മൃതി ഇറാനി ശിശു വികസനവും ന്യൂനപക്ഷ കാര്യവുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്നത് വാണിജ്യം, വ്യവസായം, ഉപഭോക്തൃകാര്യങ്ങൾ, ഭക്ഷ്യം, പൊതുവിതരണം, ടെക്സ്റ്റൈൽസ് എന്നിവയാണ്. പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. വാണിജ്യം, വ്യവസായം, ഉപഭോക്തൃകാര്യങ്ങൾ, ഭക്ഷ്യം, പൊതുവിതരണം,
ടെക്സ്റ്റൈൽസ്. പീയൂഷ് ഗോയലിൻ്റെ വകുപ്പുകൾ വാണിജ്യം, വ്യവസായം, ഉപഭോക്തൃകാര്യങ്ങൾ, ഭക്ഷ്യം, പൊതുവിതരണം, ടെക്സ്റ്റൈൽസ് എന്നിവയാണ് പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവയാണ് ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയല്ലേ ഉള്ളൂ നമ്മുടെ നൈപുണ്യം വികസിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു സംരംഭമൊക്കെ തുടങ്ങാനുള്ള അറിവ് കിട്ടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അപ്പം അതാണ് ഏതൊരു മനുഷ്യൻ്റെയും പഠിക്കുന്നതിൻ്റെ ധർമ്മം എന്ന് ഓർത്തി. ഒരാൾ പഠിക്കുന്നതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ ധർമ്മം, പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ധർമ്മം നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത്, നൈപുണ്യമൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു സംരംഭമൊക്കെ തുടങ്ങാൻ ഉള്ള ഒരു അറിവൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മളെല്ലാവരും പഠിച്ച് PSC നേടാനാണ് നോക്കുന്നത്. അപ്പോൾ എന്നാലും ആ ഒരു രീതിയിൽ ഓർക്കുക. അപ്പം ധർമ്മം, എല്ലാവരുടെയും ധർമ്മം, വിദ്യാർത്ഥികളുടെ ധർമ്മം ഓൺട്രപ്രണർ ആകാൻ, ഒരു സംരംഭകനാകാൻ, അങ്ങനെയൊക്കെയാണ്. അതിനുള്ള നൈപുണ്യം വികസിപ്പിക്കുക, അതിനുവേണ്ടിയാണ് വിദ്യാഭ്യാസം നടത്തുന്നത് എന്നൊക്കെ ഓർത്തിൽ ധർമ്മവും വിദ്യാഭ്യാസവും നൈപുണ്യവും സംരംഭവും എല്ലാമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. സോ ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം. നെക്സ്റ്റ് പ്രഹ്ലാദ് ജോഷി. പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പാർലമെന്ററി കാര്യവും കൽക്കരി, ഖനി എന്നിവയാണ്. പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പാർലമെന്ററി കാര്യം, കൽക്കരി, ഖനി. പ്രഹ്ലാദ് ജോഷി പാർലമെന്ററി കാര്യം, കൽക്കരി, ഖനി. ശ്രീനാരായൺ താന്തൂറാണെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളാണ്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളാണ് ശ്രീനാരായൺ താന്തൂറാണെ കൈകാര്യം ചെയ്യുന്നത്. ശ്രീനാരായൺ താന്തൂറാണെ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളാണ്. ശ്രീ സർബാനന്ദ സോനോവാൾ കൈകാര്യം ചെയ്യുന്നത് തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം, ആയുഷ്, ആയുർവേദ, യോഗ, ന്യൂറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവ ചേർന്ന വകുപ്പാണ് ആയുഷ്. അപ്പോൾ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം, ആയുഷ് എന്നീ വകുപ്പുകൾ സർബാനന്ദ സോനോവാളാണ്. തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം, ആയുഷ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ സോനോവാളാണെന്ന് ഓർത്തിരിക്കുക. വീരേന്ദ്രകുമാർ കൈകാര്യം ചെയ്യുന്നത് സാമൂഹിക നീതി, ശാക്തീകരണം എന്നീ വകുപ്പുകളാണ്. സാമൂഹിക നീതി, ശാക്തീകരണം എന്നീ വകുപ്പുകളാണ് വീരേന്ദ്രകുമാർ കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി, ശാക്തീകരണം. ഡോക്ടർ ഗിരിരാജ് സിംഗ് കൈകാര്യം ചെയ്യുന്നത് ഗ്രാമവികസനം, പഞ്ചായത്തി രാജ് എന്നീ വകുപ്പുകളാണ്. ഗിരിരാജ് സിംഗ് കൈകാര്യം ചെയ്യുന്നത് ഗ്രാമവികസനം, പഞ്ചായത്തി രാജ് എന്നീ വകുപ്പുകളാണെന്ന് ഓർത്തിരിക്കുക. ഗിരിരാജ് സിംഗ് ഗ്രാമവികസനം, പഞ്ചായത്തി രാജ്. ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ കൈകാര്യം ചെയ്യുന്നത് വ്യോമഗതാഗതവും സ്റ്റീലുമാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ വ്യോമഗതാഗതം, സ്റ്റീല്. ശ്രീ അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നത് റെയിൽവേ, കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇവയൊക്കെ അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നു. പശുപതി കുമാർ പരസ് കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങളാണ്. പശുപതി കുമാർ പരസ് കൈകാര്യം ചെയ്യുന്നത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് കൈകാര്യം ചെയ്യുന്നത് ജലശക്തിയാണ് കൈകാര്യം ചെയ്യുന്നത്. കിരൺ റിജു കൈകാര്യം ചെയ്യുന്നത് ഭൗമശാസ്ത്ര മന്ത്രാലയമാണ്. ശ്രീ കിരൺ റിജു ഭൗമശാസ്ത്ര മന്ത്രാലയം. ശ്രീ രാജ് കുമാർ സിംഗ് കൈകാര്യം ചെയ്യുന്നത് ഊർജവും ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ് ശ്രീ രാജ് കുമാർ സിംഗ് കൈകാര്യം ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ശ്രീ ഹർദീപ് സിംഗ് പുരി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഹൗസിംഗ്, നഗരകാര്യം എന്നിവ ഹർദീപ് സിംഗ് പുരിയാണ് കൈകാര്യം ചെയ്യുന്നത്. പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഹൗസിംഗ്, നഗരകാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ്. ശ്രീ മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തുക്കൾ, വളങ്ങൾ എന്നിവയാണ്. ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തുക്കൾ, വളങ്ങൾ എന്നിവയാണ്. ആരോഗ്യം ഉണ്ടെങ്കിലേ മനസ്സിനൊരു സുഖമുള്ളൂ. മൻസുഖ് ആരോഗ്യമാണെന്ന് ഓർത്താലും മനസ്സിന് സുഖം ഉണ്ടെങ്കിലേ കുടുംബത്തിന് ക്ഷേമമുള്ളൂ. കുടുംബക്ഷേമം, ആരോഗ്യം, കുടുംബക്ഷേമമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചാൽ ആരോഗ്യം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ആരോഗ്യം രാസവസ്തുക്കളുമായിട്ട് വളങ്ങളുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. സോ ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തുക്കൾ, വളങ്ങൾ ഇവയെല്ലാം മൻസുഖ് മാണ്ഡവ്യാണ്. ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തുക്കൾ ആൻഡ് വളങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് മാണ്ഡവ്യാണ്. ശ്രീ ഭൂപേന്ദർ യാദവ് കൈകാര്യം ചെയ്യുന്നത് വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, തൊഴിൽ എന്നിവയാണ്. വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, തൊഴിൽ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഭൂപേന്ദർ യാദവാണ്. വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം,
തൊഴിൽ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദർ യാദവ് ആണെന്ന് ഓർത്തിരിക്കുക. ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ കൈകാര്യം ചെയ്യുന്നത് വൻകിട വ്യവസായങ്ങളാണ്. ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ കൈകാര്യം ചെയ്യുന്നത് വൻകിട വ്യവസായങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ശ്രീ പർഷോത്തം രൂപാല കൈകാര്യം ചെയ്യുന്നത് ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം എന്നിവയാണ്. ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് പർഷോത്തം രൂപാലയാണ്. പർഷോത്തം രൂപാല ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം എന്നിവ കൈകാര്യം ചെയ്യുന്നു. ശ്രീ ജി കിഷൻ റെഡ്ഡി കൈകാര്യം ചെയ്യുന്നത് സംസ്കാരം, ടൂറിസം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം എന്നിവയാണ്. ശ്രീ ജി കിഷൻ റെഡ്ഡി സംസ്കാരം, ടൂറിസം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് അനുരാഗ് സിംഗ് താക്കൂർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും യുവജനകാര്യം ആൻഡ് കായികം, യുവജനകാര്യവും കായികവും, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും യുവജനകാര്യവും കായികവും കൈകാര്യം ചെയ്യുന്നത് അനുരാഗ് സിംഗ് താക്കൂറാണ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും യുവജനകാര്യവും കായികവും കൈകാര്യം ചെയ്യുന്നത് അനുരാഗ് സിംഗ് താക്കൂറാണെന്നും ഓർത്തിരിക്കുക. ഇനി നമ്മൾ സഹമന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ ആരൊക്കെയാണ്, അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. ശ്രീ റാവു ഇന്ദ്രജിത് സിംഗ് കൈകാര്യം ചെയ്യുന്നത് സ്ഥിതി വിവരക്കണക്കും പ്രോഗ്രാം നടപ്പാക്കൽ, ആസൂത്രണം എന്നിവയാണ്. റാവു ഇന്ദ്രജിത് സിംഗ് കൈകാര്യം ചെയ്യുന്നത് സ്ഥിതി വിവരക്കണക്ക്, പ്രോഗ്രാം നടപ്പാക്കൽ, ആസൂത്രണം എന്നീ വകുപ്പാണ്. സ്ഥിതി വിവരക്കണക്കാൻ, പ്രോഗ്രാം നടപ്പാക്കൽ, ആസൂത്രണം എന്നീ വകുപ്പാണ് റാവു ഇന്ദ്രജിത് സിംഗ് കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്ര സാങ്കേതികം എന്ന വകുപ്പാണ്. ശാസ്ത്ര സാങ്കേതികം എന്ന വകുപ്പ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അർജുൻ റാം മേഘ്വാൽ കൈകാര്യം ചെയ്യുന്നത് നിയമവും നീതിന്യായവുമാണ്. അർജുൻ റാം മേഘ്വാൽ കൈകാര്യം ചെയ്യുന്നത് നിയമവും നീതിന്യായവുമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ധർമ്മടമാണ്. പിണറായി വിജയൻ്റെ നിയമസഭാ മണ്ഡലം ധർമ്മടമാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ശ്രദ്ധിച്ചിരിക്കുക. കുറച്ചേറെ വകുപ്പുകളുണ്ട്. റിപ്പീറ്റഡായിട്ട് കേട്ടോ റിപ്പീറ്റഡായിട്ട് വായിച്ചോ ഒന്ന് പഠിച്ചു പോവുക. സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, വിമാനത്താവളങ്ങൾ, അഖിലേന്ത്യാ സേവനങ്ങൾ, തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ഗതാഗതവും, തെരഞ്ഞെടുപ്പ്, ദുരിതാശ്വാസം, ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ, പൊതുഭരണം, ആഭ്യന്തരം, വിവരസാങ്കേതിക വിദ്യ, വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, അന്തർ സംസ്ഥാന നദീജലം, ഉദ്ഗ്രഥനം, കേരള സംസ്ഥാന ഉൾനാടൻ ഗതാഗത കോർപ്പറേഷൻ, മെട്രോ റെയിൽ, പ്രവാസീകാര്യം, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, ശാസ്ത്രം, മലിനീകരണ നിയന്ത്രണം, സൈനികക്ഷേമം, ജയില്, അച്ചടി സ്റ്റേഷനറി വകുപ്പ്, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, ശാസ്ത്ര സ്ഥാപനങ്ങൾ, സംസ്ഥാന ആതിഥ്യം, വിജിലൻസ്, ദുരന്ത നിവാരണം. ഇത്രയും വകുപ്പുകളുണ്ട് പിണറായി വിജയൻ. അപ്പം ഓർത്തിരുന്നോണം, റിപ്പീറ്റഡായിട്ട് കേട്ടോ വായിച്ചോ, ഞാൻ പറഞ്ഞ പോലെ പഠിച്ചു വെക്കണം. ഒന്ന് ഓർത്തിരുന്നാൽ മതി എന്തെങ്കിലും കണക്ഷനിലൂടെ. ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, വിമാനത്താവളങ്ങൾ, അഖിലേന്ത്യാ സേവനങ്ങൾ, തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ഗതാഗതവും, തെരഞ്ഞെടുപ്പ്, ദുരിതാശ്വാസം, ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ, പൊതുഭരണം, ആഭ്യന്തരം, വിവരസാങ്കേതിക വിദ്യ, വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, അന്തർ സംസ്ഥാന നദീജലം, ഉദ്ഗ്രഥനം, കേരള സംസ്ഥാന ഉൾനാടൻ ഗതാഗത കോർപ്പറേഷൻ, മെട്രോ റെയിൽ, പ്രവാസീകാര്യം, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, ശാസ്ത്രം, മലിനീകരണ നിയന്ത്രണം, സൈനികക്ഷേമം, ജയില്, അച്ചടി സ്റ്റേഷനറി വകുപ്പ്, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, ശാസ്ത്ര സ്ഥാപനങ്ങൾ, സംസ്ഥാന ആതിഥ്യം, വിജിലൻസ്, ദുരന്ത നിവാരണം പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്. ശ്രീ കെ രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം ഒല്ലൂരാണ്. ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം. ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം എന്നീ വകുപ്പുകൾ ശ്രീ കെ രാജനാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് റോഷി അഗസ്റ്റിൻ, അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം ഇടുക്കിയാണ്. ജലസേചനം, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വവും അതുപോലെ തീരശോഷണ സംരക്ഷണം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നിവ റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ്റെ വകുപ്പുകളാണ് ജലസേചനം, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വവും തീരശോഷണ സംരക്ഷണം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ വകുപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം ചിറ്റൂരാണ്. വൈദ്യുതിയും അനേർട്ടുമാണ് കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതിയും അനേർട്ടും കെ കൃഷ്ണൻകുട്ടി. ശ്രീ എ കെ ശശീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം എലത്തൂരാണ്.
വനം, വന്യജീവി സംരക്ഷണം എന്നിവയാണ് AK ശശീന്ദ്രൻ്റെ വകുപ്പുകൾ. വനവും വന്യജീവി സംരക്ഷണവും. നെക്സ്റ്റ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ വകുപ്പുകളാണ്. കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം. രജിസ്ട്രേഷൻ, മ്യൂസിയങ്ങൾ, പുരാവസ്തു, ആർക്കൈവ്സ് എന്നിവയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വകുപ്പുകളെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് KB ഗണേഷ് കുമാർ, പത്തനാപുരമാണ് ഗണേഷ് കുമാറിൻ്റെ നിയമസഭാ മണ്ഡലം. റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം. KB ഗണേഷ് കുമാറിൻ്റെ വകുപ്പുകളാണ് റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം എന്നിവയാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് അബ്ദുറഹ്മാൻ, താനൂരാണ് വി അബ്ദുറഹ്മാൻ്റെ നിയമസഭാ മണ്ഡലം. കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, തപാൽ ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേ, ന്യൂനപക്ഷ ക്ഷേമം എന്നിവ അബ്ദുറഹ്മാനാണ്. കായികം, വഖഫ്, അതുപോലെ ഹജ്ജ് തീർത്ഥാടനം, തപാൽ ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേ, ന്യൂനപക്ഷ ക്ഷേമം ഇവയെല്ലാം അബ്ദുറഹ്മാനാണ്. ശ്രീ GR അനിലിൻ്റെ നിയമസഭാ മണ്ഡലം നെടുമങ്ങാടാണ്. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി ഇവയെല്ലാം GR അനിൽകുമാറാണ്. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി ഇവയെല്ലാം GR അനിലാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് KN ബാലഗോപാലിൻ്റെ നിയമസഭാ മണ്ഡലം കൊട്ടാരക്കരയാണ്. കുറച്ചേറെ വകുപ്പുകളുണ്ട്. ധനകാര്യം, വാണിജ്യ നികുതികൾ, ട്രഷറികൾ, ലോട്ടറികൾ, സംസ്ഥാന ഓഡിറ്റ്, സംസ്ഥാന ഇൻഷുറൻസ്, ദേശീയ സേവിങ്സ്, സ്റ്റോർ പർച്ചേസിംഗ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, കാർഷിക ആദായ നികുതി, കിഫ്ബി, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ധനകാര്യം, വാണിജ്യ നികുതികൾ, ട്രഷറികൾ, ലോട്ടറികൾ, സംസ്ഥാന ഓഡിറ്റ്, സംസ്ഥാന ഇൻഷുറൻസ്, ദേശീയ സേവിങ്സ്, സ്റ്റോർ പർച്ചേസിംഗ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, കാർഷിക ആദായ നികുതി, കിഫ്ബി, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇതെല്ലാം KN ബാലഗോപാലിൻ്റെ വകുപ്പുകളാണ്. നെക്സ്റ്റ് ശ്രീമതി R ബിന്ദു, നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുട. ശ്രീമതി R ബിന്ദുവിൻ്റെ വകുപ്പുകളാണ് സാമൂഹ്യനീതി, കൊളീജിയറ്റ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, പ്രവേശന പരീക്ഷകൾ, അസാപ്പ് എന്നിവ ശ്രീമതി R ബിന്ദുവിൻ്റെ വകുപ്പുകളാണ്. നെക്സ്റ്റ് ശ്രീമതി J ചിഞ്ചുറാണി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഇവയൊക്കെ ചിഞ്ചുറാണിയുടെ വകുപ്പുകളാണ്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയൊക്കെ ശ്രീമതി ചിഞ്ചുറാണിയുടെ വകുപ്പുകളാണ്. നെക്സ്റ്റ് MB രാജേഷ്, തൃത്താലയാണ് MB രാജേഷിൻ്റെ നിയമസഭാ മണ്ഡലം. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഗ്രാമവികസനം, എക്സൈസ്, ടൗൺ പ്ലാനിംഗ്, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില ഇവയൊക്കെ MB രാജേഷിൻ്റെ വകുപ്പുകളാണ്. തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഗ്രാമവികസനം, എക്സൈസ്, ടൗൺ പ്ലാനിംഗ്, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില ഇവയെല്ലാം MB രാജേഷിൻ്റെ വകുപ്പുകളാണ്. മുഹമ്മദ് റിയാസ്, നിയമസഭാ മണ്ഡലം ബേപ്പൂരാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ടൂറിസവും പൊതുമരാമത്തുമാണ്. ശ്രീ PA മുഹമ്മദ് റിയാസിൻ്റെ നിയമസഭാ മണ്ഡലം ബേപ്പൂര്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ടൂറിസവും പൊതുമരാമത്തും. ശ്രീ P പ്രസാദിൻ്റെ നിയമസഭാ മണ്ഡലം ചേർത്തലയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൗസിംഗ് കോർപ്പറേഷൻ ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ്. ശ്രീ P പ്രസാദിൻ്റെ നിയമസഭാ മണ്ഡലം ചേർത്തല. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവ. ശ്രീ K രാധാകൃഷ്ണൻ നിയമസഭാ മണ്ഡലം ചേലക്കരയാണ്. പട്ടികജാതി പട്ടികവർഗം, പിന്നാക്കക്ഷേമം, ദേവസ്വം, പാർലമെൻ്ററി കാര്യം. പട്ടികജാതി പട്ടികവർഗം, പിന്നാക്കക്ഷേമം, ദേവസ്വം, പാർലമെൻ്ററി കാര്യം ഇവയൊക്കെ K രാധാകൃഷ്ണൻ്റെ വകുപ്പുകളാണെന്നൂടെ പറയാം. ശ്രീ K രാധാകൃഷ്ണൻ്റെ വകുപ്പുകളാണ് പട്ടികജാതി പട്ടികവർഗം, പിന്നാക്കക്ഷേമം, ദേവസ്വം, പാർലമെൻ്ററി കാര്യം. ഓക്കെ. അടുത്തത് ശ്രീ P രാജീവ്, കളമശ്ശേരിയാണ് P രാജീവിൻ്റെ നിയമസഭാ മണ്ഡലം. നിയമം, വ്യവസായം, വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമവ്യവസായങ്ങൾ, കയറ്, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഇവയൊക്കെ ശ്രീ P രാജീവിൻ്റെ വകുപ്പുകളാണ്. നിയമം, വ്യവസായം, വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമവ്യവസായങ്ങൾ, കയറ്, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഇവയൊക്കെ P രാജീവിൻ്റെ വകുപ്പുകളാണ്. ശ്രീ V ശിവൻകുട്ടി
വി ശിവൻകുട്ടിയുടെ നിയമസഭാ മണ്ഡലം നിയമമാണ്. വിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനവും ജോലിയും, വ്യാവസായിക പരിശീലന വകുപ്പ്, പുനരധിവാസം, ഫാക്ടറികളും ബോയിലറുകളും, ലേബർ കോടതി, ഇൻഷുറൻസ്, മെഡിക്കൽ സേവനം, വ്യാവസായിക ട്രിബ്യൂണലുകൾ ഇവയൊക്കെ വി ശിവൻകുട്ടിയുടെ വകുപ്പുകളാണ്. വിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനവും ജോലിയും, അതുപോലെ വ്യാവസായിക പരിശീലന വകുപ്പ്, പുനരധിവാസം, ഫാക്ടറികളും ബോയിലറുകളും, ലേബർ കോടതി, ഇൻഷുറൻസ്, മെഡിക്കൽ സേവനം, വ്യാവസായിക ട്രിബ്യൂണലുകൾ ഇവയെല്ലാം വി ശിവൻകുട്ടിയുടെ വകുപ്പുകളാണ്. വി എൻ വാസവൻ്റെ നിയമസഭാ മണ്ഡലം ഏറ്റുമാനൂരാണ്. സഹകരണവും തുറമുഖങ്ങളും വി എൻ വാസവൻ്റെ വകുപ്പുകളാണ്. ശ്രീ വി എൻ വാസവൻ്റെ വകുപ്പുകളാണ് സഹകരണവും തുറമുഖങ്ങളും. അടുത്തത് ശ്രീമതി വീണാർ ജോർജ്, ആറന്മുളയാണ് ശ്രീമതി വീണാർ ജോർജിൻ്റെ മണ്ഡലം. അവരുടെ ശ്രീമതി വീണ ജോർജിൻ്റെ വകുപ്പുകളാണ് ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ, വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ആയുഷ്, സ്ത്രീ ശിശുക്ഷേമം. ശ്രീമതി വീണ ജോർജിൻ്റെ വകുപ്പുകളാണ് ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ, വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ആയുഷ്, സ്ത്രീ ശിശുക്ഷേമം. അടുത്തത് ശ്രീ സജി ചെറിയാൻ, ചെങ്ങന്നൂരാണ് സജി ചെറിയാൻ്റെ നിയമസഭാ മണ്ഡലം. ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി, കൾച്ചറൽ ആക്ടിവിസ്റ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ്, യുവജന ക്ഷേമ ബോർഡ്, യുവജന കമ്മീഷൻ ഇതൊക്കെ സജി ചെറിയാൻ്റെ വകുപ്പുകളാണ്. ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി, കൾച്ചറൽ ആക്ടിവിസ്റ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ്, യുവജന ക്ഷേമ ബോർഡ്, യുവജന കമ്മീഷൻ ഇതൊക്കെ സജി ചെറിയാൻ്റെ വകുപ്പുകളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. വിവിധ ആഗോള സൂചികകളിൽ ഏറ്റവും റീസെൻ്റ് കണക്ക് പ്രകാരം 2023 അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2021-22 ഈ ഒരു കണക്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 132ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2021-22 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 132ആണ്. ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. ആകെ 191 രാജ്യങ്ങൾ. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 126, ടോട്ടൽ 136 രാജ്യങ്ങൾ. ഒന്നാം സ്ഥാനം ഫിൻലൻഡ്. ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 66, ഒന്നാം സ്ഥാനം ഫിൻലൻഡ്. ആകെ 109 രാജ്യങ്ങൾ. ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിൽ ഇന്ത്യ 66, ഒന്നാം സ്ഥാനം ഫിൻലൻഡ്. ആകെ 109 രാജ്യങ്ങൾ. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85, ഒന്നാം സ്ഥാനം ഡെൻമാർക്ക്. ആകെ രാജ്യങ്ങൾ 180. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 40, ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. ആകെ 132 രാജ്യങ്ങൾ. ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 38, 2023 കണക്ക് പ്രകാരമാണ്. ഒന്നാം സ്ഥാനം സിംഗപ്പൂർ. ആകെ 139 രാജ്യങ്ങൾ. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 161, നോർവേയാണ് ഒന്നാം സ്ഥാനം. ആകെ രാജ്യങ്ങൾ 180. ഇലക്ട്രൽ ഡെമോക്രസി ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 108, ഒന്നാം സ്ഥാനം ഡെൻമാർക്ക്. ആകെ 179 രാജ്യങ്ങൾ. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 126, ഒന്നാം സ്ഥാനം ഐസ്ലൻഡ്. ആകെ രാജ്യങ്ങൾ 163. ഗ്ലോബൽ ടൂറിസം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 13, ഒന്നാം സ്ഥാനം അഫ്ഗാനിസ്ഥാൻ. അതുപോലെ ആകെ രാജ്യങ്ങൾ 163, 2023 കണക്ക് പ്രകാരമാണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 107, ആകെ രാജ്യങ്ങൾ 121. ചൈനയാണ് ഒന്നാം സ്ഥാനത്ത്. ചൈന ഉൾപ്പെടെ 17 രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനത്ത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 80, ഒന്നാം സ്ഥാനം സിംഗപ്പൂർ. ആകെ രാജ്യങ്ങൾ 199. വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 40, അതുപോലെ ഒന്നാം സ്ഥാനം ഡെൻമാർക്ക്. ആകെ രാജ്യങ്ങൾ 64. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 8, ഒന്നാം സ്ഥാനം ഡെൻമാർക്ക്. അതുപോലെ ആകെ രാജ്യങ്ങൾ 63. 2023 ജനുവരിയിലെ കണക്ക് പ്രകാരം കേരളത്തിലെ വിവിധ പദവികൾ അലങ്കരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി.കെ. രാമചന്ദ്രനാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ്. കേരള ചീഫ് സെക്രട്ടറി പി. വേണുവാണ്. അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ. ഗോപാലകൃഷ്ണ കുറുപ്പാണ്. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. കേരള ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യുവും അതുപോലെ പി. ജോസഫും ഹാരുൺ ഉൽ റഷീദുമാണ്. കേരള ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു, പി. ജോസഫ്, ഹാരുൺ ഉൾ റഷീദും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ. ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ സഞ്ജയ് കോള്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ്
ദർവേഷ് സാഹിബ്, അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എസ് മണികുമാർ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ PK ഹനീഫ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A ഹക്കീം, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ MR ബൈജു, അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം, ഓംബുഡ്സ്മാൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ജസ്റ്റിസ് KK ദിനേശൻ, 5ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ്, 6ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദ്, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുൺ, കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാല്, മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട, വാസ്തുവിദ്യാ ഗുരുകുലം ഡയറക്ടർ G ശങ്കർ. സാംബിയയുടെ താരമായ ബാർബ ബാൻഡ വനിതാ ഫുട്ബോൾ ലോകകപ്പിലെ 100ാമത്തെ ഗോൾ നേടി. വനിതാ ഫുട്ബോൾ ലോകകപ്പിലെ 100ാമത്തെ ഗോൾ നേടിയ താരം ആരെന്ന് ചോദിച്ചാൽ ബാർബ ബാൻഡ 100ാമത്തെ ഗോൾ നേടി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരത്താണ് സ്ഥാപിതമാകുന്നത്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ വയലാർ സിനിമാ സാഹിത്യ സമ്മാനത്തിന് C രാധാകൃഷ്ണൻ അർഹനായി. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ വയലാർ സിനിമാ സാഹിത്യ സമ്മാനം C രാധാകൃഷ്ണന്. വയലാർ സിനിമാ സാഹിത്യ സമ്മാനം C രാധാകൃഷ്ണന് ലഭിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. ബുക്കർ സമ്മാന പ്രഥമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനായ ചേതന മറുവിൻ്റെ ആദ്യ നോവലാണ് വെസ്റ്റേൺ ലെയിൻ. വെസ്റ്റേൺ ലെയിൻ എന്ന നോവൽ ചേതന മറുവിൻ്റെയാണ്. ബുക്കർ സമ്മാന പ്രഥമ പട്ടികയിൽ ചേതന മറു ഇടം നേടി. അപ്പോൾ ഇന്ത്യൻ വംശജയായ ചേതന മറു ബുക്കർ സമ്മാന പ്രഥമ പട്ടികയിൽ ഇടം നേടി. ബുക്കർ സമ്മാന പ്രഥമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയായ ചേതന മറുവിൻ്റെ ആദ്യ നോവലാണ് വെസ്റ്റേൺ ലെയിൻ എന്ന് അറിഞ്ഞിരിക്കുക. ചേതന മറു വെസ്റ്റേൺ ലെയിൻ. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി അതിഥി ആപ്പ് എന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് പോയിന്റ്, ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി AI അധ്യാപികയാണ് ബിയാട്രിസ്. ഈ ബിയാട്രിസ് ഒക്കെ വന്നാൽ ഞങ്ങളുടെയൊക്കെ പണി പോകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ AI അധ്യാപികയൊക്കെ വന്നേക്കുവാണ്. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ബിയാട്രിസ് എന്ന് അറിഞ്ഞിരിക്കുക. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ബിയാട്രിസ്. ലണ്ടനിലെ ഒട്ടോമാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദേവ് ആദിത്യ, ഡോക്ടർ പോൾസി എന്നിവർ ചേർന്നാണ് വികസിപ്പിച്ചത്. ലണ്ടനിലെ ഒട്ടോമാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദേവ് ആദിത്യ, ഡോക്ടർ പോൾസി എന്നിവർ ചേർന്നാണ് വികസിപ്പിച്ചത്. ബിയാട്രിസിനെ വികസിപ്പിച്ചത്. വലിയൊരു ചതിയായി പോയി ചെയ്തത്. ഞങ്ങളുടെയൊക്കെ പണി പോകും. ദേവാദിത്യയും ഡോക്ടർ പോൾസിയും ചേർന്ന് ബിയാട്രിസ് എന്ന നിർമ്മിത ബുദ്ധി അധ്യാപികയെ വികസിപ്പിച്ചു. ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ്. ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ്. അടുത്തയിടെ ഷെഡ്യൂൾ A പദവി ലഭിച്ച കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഷെഡ്യൂൾ A പദവി ലഭിച്ച കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. 2023 ആദ്യ സൂപ്പർ മൂൺ ദൃശ്യമായത് 2023 ഓഗസ്റ്റ് 1 നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതല്ലേ. അപ്പോൾ 2023 ആദ്യ സൂപ്പർ മൂൺ ദൃശ്യമായത് 2023 ഓഗസ്റ്റ് 1. അപ്പോൾ സൂപ്പർ മൂൺ കാണാൻ എണീക്കുന്നില്ല എന്നൊക്കെ ഇപ്പം പ്രായമാരുടെയൊക്കെ ചോദിച്ചു. എന്നാ കാണാനെന്ന് പറഞ്ഞാൽ മതി. ഓഗസ്റ്റ് 1 ആദ്യം പറയുന്നത് എന്നാ കാണാനെന്ന് പറയുന്ന ഓർത്തപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഒന്നാമത് പറയുന്നത് ഓഗസ്റ്റ്. എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിൽ കണക്റ്റ് ആകും പരീക്ഷ സമയത്ത്, ഓർത്താൽ മതി. അപ്പോൾ ആദ്യത്തെ സൂപ്പർ മൂൺ ദൃശ്യമായത് 2023 ഓഗസ്റ്റ് 1. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. ഓപ്പറേഷൻ ഫോസ്കോസ് എന്നത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ഒരു പരിശോധനയാണെന്ന് മനസ്സിലാക്കുക. 2 വർഷമായി ലോഗിൻ ചെയ്യാത്ത ജിമെയിൽ അക്കൗണ്ടുകൾ ഡിസംബർ 1 മുതൽ ഡിലേ ചെയ്യുമെന്ന് തീരുമാനിച്ചത് ഗൂഗിളാണ്. 2 വർഷമായി ലോഗിൻ ചെയ്യാത്ത ജിമെയിൽ അക്കൗണ്ടുകൾ ഡിസംബർ 1 മുതൽ ഡിലേ ചെയ്യുമെന്ന് തീരുമാനിച്ചത് ഗൂഗിളാണ്. ഓർത്തിരിക്കുക, 2 വർഷമായി ലോഗിൻ ചെയ്യാത്ത ജിമെയിൽ അക്കൗണ്ടുകൾ ഡിസംബർ 1 മുതൽ ഡിലീറ്റ് ചെയ്യും. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റായ ഡ്യൂറൻഡ് കപ്പിൻ്റെ 132ാം എഡിഷന് വേദിയാകുന്നത് കൊൽക്കത്തയാണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റായ ഡ്യൂറൻഡ് കപ്പ് അതിന് വേദിയാകുന്നത് 132ാമത്തെ എഡിഷന് വേദിയാകുന്നത് കൊൽക്കത്തയാണെന്ന് ഓർത്തിരിക്കുക. ഡ്യൂറൻഡ് കപ്പിൻ്റെ 132ാം എഡിഷൻ കൊൽക്കത്തയിൽ നടക്കും. പുതിയ ബാഡ്മിൻ്റൺ ലോക റാങ്കിംഗ് പ്രകാരം HS പ്രണോയ് 9ാം സ്ഥാനത്താണ്. 2023 ജൂലൈ ഓഗസ്റ്റ് റാങ്കിങ്ങിൽ
HS പ്രണോയുടെ സ്ഥാനം 9. ഇത് നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ സമയത്തുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. അപ്പോൾ അത് ആ ഒരു ടൈം സ്പാൻ ഓർത്തിരുന്നാൽ മതി. 2023 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് HS പ്രണോയ് 9ാം സ്ഥാനത്ത് എത്തിയത്. ഏഷ്യൻസ് ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി വേദി ചെന്നൈയാണ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി അതിൻ്റെ വേദി ചെന്നൈ ആണെന്ന് ഓർത്തിരിക്കുക. ഏഷ്യൻസ് ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ചെന്നൈ. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 145 ഗോളുകൾ. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ, 145 ഗോളുകൾ. കാലിക്കറ്റ് സർവകലാശാല ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ്. കഴിഞ്ഞ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത്. കുട്ടികളിലെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ നിയന്ത്രിക്കാൻ പുതിയ ചട്ടം രൂപീകരിക്കുന്ന രാജ്യം ചൈനയാണ്. കുട്ടികളിലെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ നിയന്ത്രിക്കാൻ പുതിയ ചട്ടം രൂപീകരിക്കുന്നത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. അപ്പം ഇനിയിപ്പോൾ പല രാജ്യങ്ങളും അത് സ്വീകരിക്കും അവർ. അപ്പം കുട്ടികളുടെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ നിയന്ത്രിക്കാൻ വേണ്ടി ചൈന ഒരു പുതിയ ചട്ടം രൂപീകരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിരിക്കുക. പുതിയ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഇൻ്റർനെറ്റ് ലഭ്യമാകില്ല. നമ്മുടെ ഇവിടേക്കാണെങ്കിൽ പിള്ളേർ എങ്ങനെയൊക്കെ അത് കണ്ടെത്തിയെടുക്കും അല്ലേ. വടക്കേ ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി അഹമ്മദ് ഹജാനിയാണ്. വടക്കേ ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി അഹമ്മദ് ഹജാനിയാണെന്ന് ഓർക്കുക. അഹമ്മദ് ഹജാനി. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമുള്ള രാജ്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ പോയി അഹമ്മദി കാണിച്ചാൽ നമ്മുടെ തുണി വരെ അമ്മമാർ പറിച്ച് തലയിൽ കെട്ടി നമ്മളെ പറപ്പിക്കുമെന്ന് ഓർത്തേ. ചുമ്മാ ഒരു സെൻറ്റൻസ് ഓർത്താൽ മതി. ആഫ്രിക്കയിലെ പോയി അഹമ്മദി കാണിച്ചാൽ തുണി വരെ പറിച്ച് തലയിൽ കെട്ടി, അല്ലെങ്കിൽ തുണി വരെ പറിച്ച് നമ്മളെ ഓടിക്കും, പറപ്പിക്കും എന്നൊക്കെ ഓർത്താൽ മതി. ടുണീഷ്യ. അഹമ്മദി കാണിച്ചാൽ അഹമ്മദ് ഹജാനി. ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി അഹമ്മദ് ഹജാനി. അടുത്ത പോയിന്റ്, വിദേശത്ത് നിന്ന് മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലാണ് ഇ കെയർ. വിദേശത്ത് നിന്ന് മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലാണ് ഇ കെയർ എന്ന് ഓർക്കുക. 2023 ജൂലൈയിൽ GI ടാഗ് ലഭിച്ച തമിഴ്നാട്ടിലെ പഴവർഗ്ഗമാണ് മട്ടി വാഴപ്പഴം. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. GI ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം മിക്കപ്പോഴും PSC പരീക്ഷ ചോദിക്കാറുണ്ട്. അപ്പോൾ 2023 ജൂലൈയിൽ GI ടാഗ് ലഭിച്ച തമിഴ്നാട്ടിലെ പഴവർഗ്ഗമാണ് മട്ടി വാഴപ്പഴം. ഓർക്കുക, 2023 ജൂലൈയിൽ GI ടാഗ് ലഭിച്ച തമിഴ്നാട്ടിലെ പഴവർഗ്ഗമാണ് മട്ടി വാഴപ്പഴം. കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം, തോവാള താലൂക്കുകളിലാണ് ഇവ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം, തോവാള താലൂക്കുകളിലാണ് ഇവ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ലോകത്തിലെ മികച്ച ഫിഷറീസ് ശാസ്ത്രജ്ഞനുള്ള 2023 ഫിഷ് സൊസൈറ്റി ഓഫ് ബ്രിട്ടീഷ് എൽസ് പുരസ്കാരം രാജീവ് രാഘവന്. ഓർക്കുക, ഫിഷ് സൊസൈറ്റി ഓഫ് ബ്രിട്ടീഷ് എൽസ് പുരസ്കാരം രാജീവ് രാഘവന്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് രാജീവ് രാഘവൻ. ലോകത്തിലെ മികച്ച ഫിഷറീസ് ശാസ്ത്രജ്ഞനുള്ള 2023 ഫിഷ് സൊസൈറ്റി ഓഫ് ബ്രിട്ടീഷ് എൽസ് പുരസ്കാരം രാജീവ് രാഘവൻ സ്വന്തമാക്കി. 2023 ലോക പോലീസ് ഗെയിംസിൽ 10 സ്വർണ്ണ മെഡലുകൾ നേടിയ മലയാളിയാണ് സജൻ പ്രകാശ്. 2023 ലോക പോലീസ് ഗെയിംസിൽ 10 സ്വർണ്ണ മെഡലുകൾ നേടി സജൻ പ്രകാശ് എന്ന മലയാളി നമുക്ക് അഭിമാനമായി എന്നോർക്കുക. 2023 ലോക പോലീസ് ഗെയിംസിൽ 10 സ്വർണ്ണ മെഡലുകൾ നേടിയ മലയാളിയാണ് സജൻ പ്രകാശ്. റവന്യൂ ഡിവിഷണൽ ഓഫീസറെ കൂടാതെ കേരള നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിന് അധികാരം നൽകുന്നത് ഡെപ്യൂട്ടി കളക്ടർമാർക്കാണെന്നും ഇക്കൂട്ടത്തിലൊന്ന് അറിഞ്ഞിരിക്കുക. 2023 ലോക പോലീസ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം കാനഡയാണ്. 2023 ലോക പോലീസ് ഗെയിംസ് കാനഡ. 2023 ലോക പോലീസ് ഗെയിംസ് കാനഡയാണെന്ന് ഓർക്കുക. 2023 പോലീസ് കളിച്ച് ഇന്ത്യക്കെതിരെ ഇന്ത്യ സിഖ് അവനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ലോകത്തിന് മുമ്പിൽ എത്തിച്ച ലോക പോലീസിൻ്റെ ഒരു ചട്ടം കാനഡയൊക്കെ സ്വീകരിച്ചല്ലോ, ആ ഒരു മുഖം. അത് വലിയ ഇന്ത്യയും കാനഡയൊക്കെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ ചുമ്മാ ഓർത്താൽ മതി. പോലീസിങ് ഭയങ്കര കൂടുതലായിട്ട് കാനഡ കാണിക്കുന്നു ലോകത്തിനെതിരെ, മറ്റ് രാജ്യങ്ങൾക്കെതിരെ എന്നൊക്കെ ചുമ്മാ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്താൽ. ലോക പോലീസ് 2023 കാനഡ ലോക പോലീസ് ഗെയിംസ് 2023 നടക്കുന്നത് കാനഡയിലാണ്. 8,000 കോടി രൂപയുടെ ലിഥിയം ബാറ്ററി പ്ലാന്റ് നിർമ്മിക്കാൻ US കമ്പനിയായ IBCയുമായി കരാറിലേർപ്പെട്ട സംസ്ഥാനം കർണാടക. 8,000 കോടി രൂപയുടെ ലിഥിയം ബാറ്ററി പ്ലാന്റ് നിർമ്മിക്കാൻ US കമ്പനിയായ IBCയുമായി കരാറിലേർപ്പെട്ട സംസ്ഥാനം കർണാടകയാണ്. ഒറ്റയോടെ പറയാം, 8,000 കോടി രൂപയുടെ ലിഥിയം ബാറ്ററി പ്ലാന്റ് നിർമ്മിക്കാൻ US കമ്പനിയായ IBCയുമായി കരാറിലേർപ്പെട്ട സംസ്ഥാനം കർണാടക. എല്ലാ ബ്ലോക്കുകളിലും ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി സ്ഥാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. AMR ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എല്ലാ ബ്ലോക്കിലും
അതിൻ്റെ കമ്മിറ്റി സ്ഥാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. എല്ലാ ബ്ലോക്കുകളിലും ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. യുനെസ്കോ 2024 ആരംഭിച്ച ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായുള്ള പദ്ധതിയാണ് സിറ്റി ഓഫ് ഡിസൈൻ. യുനെസ്കോ 2004 ആരംഭിച്ച ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് സിറ്റി ഓഫ് ഡിസൈൻ. SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനുള്ള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉന്നതി. SC/ST വിഭാഗത്തിൽപ്പെട്ടവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉന്നതി എന്ന പദ്ധതി എന്ന് ഓർത്താൽ മതി. SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനുള്ള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉന്നതി. അപ്പോൾ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അവരെ വിദേശത്ത് ഉയർന്ന ജോലിയിലെത്തിക്കാൻ വേണ്ടിയുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉന്നതി. അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. കർണാടകയിലെ ആദ്യ വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്ലാന്റ് നിലവിൽ വരുന്നത് രാമനഗരം ബിഡതി. രാമനഗരം ബിഡതി. കർണാടകയിലെ ആദ്യ വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്ലാന്റ് നിലവിൽ വരുന്നത് ബിഡതി രാമനഗരം. അടുത്ത പോയിന്റ് 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ബുഡാപെസ്റ്റ് ആണ്. ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ് 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ രാജ്യം പെറുവാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയത് പെറുവിലാണെന്ന് ഓർക്കുക. അടുത്തിടെ ആംഗ്യ ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കാൻ തീരുമാനിച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക. ആംഗ്യ ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കാൻ ദക്ഷിണാഫ്രിക്ക തീരുമാനിച്ചു. അടുത്തിടെ ആംഗ്യ ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കാൻ ദക്ഷിണാഫ്രിക്ക തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ചടങ്ങിൽ പ്രായമായവരുടെയൊക്കെ കാലിൽ തൊടാനും അതുപോലെ ദക്ഷിണ വെക്കാനും ഒക്കെ പറയുന്നത് അറിയാൻ മേലാത്ത പിള്ളേരൊക്കെയാണെങ്കിൽ ആംഗ്യത്തിൽ കാണിക്കത്തില്ല, ഇങ്ങനെ കൈകൊണ്ട് ദക്ഷിണ വെക്കാനൊക്കെ. അപ്പോൾ ദക്ഷിണ വെക്കാൻ ആംഗ്യത്തിൽ പറയുമെന്ന് ഓർത്താൽ ദക്ഷിണാഫ്രിക്ക ആംഗ്യ ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ ചെറുതായിട്ട് ആ രീതിയിൽ കണക്ട് ചെയ്യാം. വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ചെസ് ലൈവ് റേറ്റിംഗിൽ ഒന്നാമതെത്തിയ താരമാണ് ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ചെസ് ലൈവ് റേറ്റിംഗിൽ ഒന്നാമതെത്തിയ താരമാണ് ഡി ഗുഗേഷ്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടക്കുന്ന കാഴ്ച പരിമിതരുടെ ലോക ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സാന്ദ്ര ഡേവിഡ്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടക്കുന്ന കാഴ്ച പരിമിതരുടെ ലോക ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സാന്ദ്ര ഡേവിഡ്. 2023 ലോക പോലീസ് ഗെയിംസിൽ 10 സ്വർണ്ണ മെഡലുകൾ നേടിയ മലയാളിയാണ് സജൻ പ്രകാശ്. 2023 ലോക പോലീസ് ഗെയിംസിൽ 10 സ്വർണ്ണ മെഡലുകൾ നേടി മലയാളിയായ സജൻ പ്രകാശ്. പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്നതിനുള്ള പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് തീവ്രയജ്ഞം 5.0. മിഷൻ ഇന്ദ്രധനുഷ് തീവ്രയജ്ഞം 5.0 എന്ന് പറയുന്നത് പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്നതിനുള്ള പദ്ധതിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായത് A റഷീദാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ A റഷീദ്. 9ാമത് അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കോഴിക്കോടാണെന്ന് ഓർക്കുക. 9ാമത് അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് അഥവാ മലബാർ റിവർ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് കോഴിക്കോടാണ്. കേരള വഖഫ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനാകുന്നത് MK സക്കീറാണ്. കേരള വഖഫ് ബോർഡിൻ്റെ ചെയർമാനായി മുൻ PSC ചെയർമാനായ MK സക്കീർ നിയമിതനാകുന്നുവെന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മുടെ ഈ പ്രിലിംസ് മെയിൻസ് പരീക്ഷാ രീതിയൊക്കെ കൊണ്ടുവന്നപ്പോൾ PSC ചെയർമാൻ അദ്ദേഹമായിരുന്നു. കേരള വഖഫ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനാകുന്നത് MK സക്കീറാണ്. പ്രഥമ ഡോക്ടർ SV വേണുഗോപൻ നായർ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MD വാസുദേവൻ നായരാണ്. പ്രഥമ ഡോക്ടർ SV വേണുഗോപൻ നായർ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MD വാസുദേവൻ നായർ. 2023 ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണ്ണം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ മെക്സിക്കോയായിരുന്നു എതിരാളികൾ. ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണിത്. അപ്പോൾ ഓർക്കുക, 2023 ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ കോമ്പൗണ്ട് ഇനത്തിൽ ഇന്ത്യ
സ്വർണം നേടി. മെക്സിക്കോയെ ഫൈനലിൽ പരാജയപ്പെടുത്തി ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണ് എന്നും ഓർക്കുക. മുൻ കോളനി മേധാവിയായ ഫ്രാൻസുമായുള്ള സൈനിക ഉടമ്പടി അടുത്തിടെ അവസാനിപ്പിച്ച ആഫ്രിക്കൻ രാജ്യമാണ് നൈജർ. അപ്പം നൈജർ ഫ്രാൻസുമായുള്ള സൈനിക ഉടമ്പടി അവസാനിപ്പിച്ചു. മുൻ കോളനി മേധാവിയായ ഫ്രാൻസുമായുള്ള സൈനിക ഉടമ്പടി നൈജർ അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. 2023 കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ബാക്കി ഒരുപാട് കറണ്ട് അഫേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ബാക്കിയുള്ള എല്ലാ കറണ്ട് അഫേഴ്സും കംപ്ലീറ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നമ്മുടെ ഹിയർ നോട്ട്സ് എന്ന ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് അഫേഴ്സ് കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് 2023 മുഴുവൻ കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ ക്ലാസ്സും അതിൻ്റെ PDF-ഉം അതുപോലെ 2024 ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള 24 കറണ്ട് അഫേഴ്സും എല്ലാം മന്ത്ലി വൈസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. 2022 ക്യാപ്സ്യൂൾ പോലെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. PDF-ഉം കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, 20 മാർക്കാണ് LDC പരീക്ഷ കറണ്ട് അഫേഴ്സിന്. നന്നായിട്ട് കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ട് പോവുക. റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.